الحمد لله رب العالمين اللهم صل وسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആലിഹ എന്ന് തുടങ്ങുന്ന 15-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുകയുണ്ടായി. അതിന്റെ അവസാനം അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവനോളം അക്രമി ആരുണ്ട് എന്ന ആ വചനത്തെ നമ്മൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു. ഇനി നമ്മൾ അടുത്ത ആയത്തിനെ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. 16-ാമത്തെ ആയത്ത് ഈ ആയത്തിനെ നമ്മൾ അതിന്റെ മേൽപ്പരപ്പിൽ നിന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വസ്തുത ഈ ചെറിയ സംഘത്തിന് ഒരു നായകനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ നായകൻ തന്റെ കൂടെയുള്ള സുഹൃത്തുക്കളോടുള്ള ആ നായകന്റെ ഉപദേശത്തെയാണ് ഈ ആയത്ത് എടുത്തു കാട്ടുന്നത്. അപ്പോ യഅ്തസൽതുമൂഹും ഐ ഫാറഖ്തുമൂഹും, നിങ്ങൾ അവരെ വെടിഞ്ഞാൽ, അവരിൽ നിന്ന് നിങ്ങൾ അകന്ന് പോയാൽ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഒഴിവാക്കിയാൽ, യഅ്തസൽതും മാ യഅ്ബുദൂന, അതുപോലെ തന്നെ അവരെ ആരാധ്യ വസ്തുക്കളെയും നിങ്ങൾ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇല്ലല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ഒഴിവാക്കുന്നില്ല കേട്ടോ എന്നാണ്. മിൻ ദൂനില്ല എന്നാണ്. ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ മിൻ ദൂനില്ല. അപ്പൊ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ അനുസരിച്ച് വമാ യഅ്ബുദൂന മിൻ ദൂനില്ല, നിങ്ങൾ എല്ലാത്തിനെയും നിങ്ങൾ വമാ യഅ്ബുദൂന, അവർ ആരാധിക്കുന്ന വസ്തുക്കളെയും നിങ്ങൾ കൈയൊഴിഞ്ഞ് കഴിഞ്ഞാൽ, മിൻ ദൂനില്ല, അള്ളാഹിനെ കൂടാതെ നിങ്ങൾ അള്ളാഹുവിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കുകയും അവനിൽ നിങ്ങൾ പൂർണ്ണ സമർപ്പിതരായി തീരുകയും ചെയ്ത ഒരു കൂട്ടരാണ് എന്നാണ് ആ ഇല്ലല്ലാ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അപ്പോ ഇവര് നാട്ടിൽ നിന്ന്, അവരുടെ ദേശത്ത് നിന്ന് അവര് മാറിപ്പോവാണ്. അപ്പൊ ഇവിടെ ഇത് പറയുമ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ചില ആയത്തുകളിലെല്ലാം പറഞ്ഞതുപോലെ അവരുടെ സമൂഹത്തോടുള്ള അവരുടെ ദഅവത്ത്, ആ സമൂഹത്തോടുള്ള അവരുടെ ഹൃദയവായ്പ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിലുള്ള ആ മഹാപാപത്തെ കുറിച്ചുള്ള വേദന എല്ലാം തന്നെ ഇവരിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവര് ഒരു ഹിജ്റക്ക് ഒരുങ്ങുകയാണ്. ആ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് മാറിപ്പോയി തനിച്ച് ഒരു സുരക്ഷിതരായൊരിടത്തേക്ക്, അള്ളാഹുവിന്റെ കീഴ്പ്പെട്ട് അള്ളാഹുവിന്റെ ദിക്റിലും ശുക്റിലായിട്ട് കഴിയാൻ പറ്റുന്നൊരിടത്തേക്ക് ഇവർ മാറുകയാണ്. ആ മാറുന്ന സമയത്ത് അവരിലെ നായകന്റെ ഒരു വർത്തമാനമാണ്. അപ്പൊ ഏതൊരു സമൂഹത്തിനും നായകൻ ഉണ്ടായിരിക്കണം. അയാള് നല്ല ചിന്താശക്തിയുള്ളവനായിരിക്കണം. നായകന്മാരെ ആരായിരിക്കണം എന്ന് സൂറത്തു നംല് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഒരു നായകന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു വ്യക്തി ഇവിടെ സംസാരിക്കുകയാണ്. നമ്മുടെ നാം ആ സമൂഹത്തെ വെടിഞ്ഞ് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ, അവരാരാധിക്കുന്ന വസ്തുക്കളെയും കൈയൊഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അള്ളാഹുവിനല്ലാതെ ബാക്കിയുള്ള അവരാരാധിക്കുന്ന വസ്തുക്കളെല്ലാം കൈയൊഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇലൽ കഹ്ഫി, നിങ്ങൾ ആ ഗുഹാമുഖത്ത് അഭയം പ്രാപിക്കുക. അപ്പൊ അവർ മുൻകൂട്ടി തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന സ്ഥലത്തേക്ക് പോവുക, ഇന്ന ഇടത്തേക്ക് പോകുക എന്നുള്ളത് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇലൽ കഹ്ഫി എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ചില മുഫസ്സിരീങ്ങൾ ഇത് അള്ളാഹു അവരോട് അവരുടെ ബോധത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ബോധനമായിട്ട് ആണ് എന്ന് പറയുന്നുണ്ട്. അല്ല, ഇവരുടെ നായകനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒന്ന്, അവരുടെ നായകൻ പറഞ്ഞ ഒരു വർത്തമാനത്തെ
അള്ളാഹു എടുത്തുദ്ധരിക്കുകയാണ്. വളരെ ചിന്തിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇറങ്ങിപ്പോക്കാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ഇവര് ഒരിക്കലും ഈ നാട് വിട്ട് വേറൊരു നാട്ടിലേക്കല്ല പോകുന്നത്. അവര് അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഗുഹാമുഖത്തേക്കാണ് യാത്ര തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ കാര്യം അവര് നാട് വിട്ടു പോകാതിരുന്നത്? നാട് വിട്ടു പോകാതിരുന്നതിന്റെ ഒരു ഉത്തരമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ കൗമുന എന്ന് പറയുമ്പോണ്ടായ ജനതയോടുള്ള ആ അഗാധമായ സ്നേഹവും അവരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന് രക്ഷിക്കുവാനുള്ള അവരുടെ ത്വരയുമെല്ലാം ആ വാക്കിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു ഗുഹാമുഖത്തേക്ക് അഭയം പ്രാപിക്കുമ്പോഴും തങ്ങളുടെ ജനത നന്നാവണമെന്ന്, ഈ പാപത്തിൽ നിന്ന് മുക്തമാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഹിജ്റ പോവുകയാണ് സത്യത്തിൽ ഇവിടെ ചെയ്യുന്നത്. എല്ലാ പ്രവാചകന്മാരും ഇതുപോലെ ഹിജ്റ പോയിട്ടുണ്ട്. ഈ ഹിജ്റയില് അള്ളാഹു ഇവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്നതായിട്ട് പിന്നീടുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. യൻഷുർലക്കും റബ്ബുക്കും മിർ റഹ്മത്തിഹി, യൻഷുർലക്കും അവൻ നിങ്ങൾക്ക്, യുവസ്യ അലൈക്കും നിങ്ങൾക്ക് മുകളിൽ അവൻ വിശാലമാക്കി തരും, റബ്ബുക്കും നിങ്ങളുടെ പരിപാലകൻ. ഇവിടെ റബ്ബിനെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. റഹ്മത്തിഹി അവന്റെ കാരുണ്യത്തിൽ നിന്ന്, വയുഹയ്യിലക്കും മിൻ അംരിക്കും മിർഫഖ നിങ്ങളുടെ ജീവിതോപാധി അവൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തരികയും ചെയ്യും. ഇപ്പൊ മിർഫഖ് എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ വസ്തുക്കൾ അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അതാണ് മിർഫഖ് എന്ന് പറഞ്ഞാൽ. മർഫഖ് എന്ന് പറയാം, മിർഫഖ് എന്നെല്ലാം പറയാം. ഹിജ്റ പോകുന്ന ഈ സമൂഹം അവരുടെ നാഥനിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുകയും ആ ജനതക്കിടയിൽ അവര് അവരുടെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ദൗത്യം നിർവഹിക്കാത്ത ഒരു സമൂഹം യൻഷുർലക്കും റബ്ബുക്കും മിർ റഹ്മത്തിഹി എന്ന് പറയില്ല. ഹിജ്റ പോകുമ്പോഴ് അത് ആ ഹിജ്റയുടെ വഴിയിൽ അള്ളാഹുവിൽ നിന്നുള്ള നസ്റും സുൽത്താനെയും ലഭിക്കേണ്ടതുണ്ട്. അപ്പോ ഒരു ഹുജ്ജത്ത് പൂർണ്ണമായതിനു ശേഷമുള്ള ഒരു ഇറങ്ങിപ്പോക്കാണ് ഇവിടെ നടക്കുന്നത്. ഹുജ്ജത്ത് പൂർണ്ണമാകാത്ത ഒരു ഹിജ്റ ഒരിക്കലും അള്ളാഹു സ്വീകരിക്കൂല്ല. എന്നാൽ ആ സമൂഹത്തിന്റെ മുകളിൽ അള്ളാഹു നടപടി സ്വീകരിക്കുന്ന. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അള്ളാഹു തന്റെ ജനതയോട് ഏറെ കാരുണ്യമുള്ളവനാണ്. തന്റെ സൃഷ്ടികളോട് ഏറെ ആദരവും കാരുണ്യവും ഉള്ളവനാണ് അള്ളാഹു. ആ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് കാലാകാലങ്ങളിൽ അള്ളാഹു ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോ തന്റെ സൃഷ്ടികൾ എത്ര ധിക്കാരികളായാലും അള്ളാഹു റബ്ബാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവന്റെ റുബൂബിയത്തിനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അവന്റെ കാരുണ്യത്തെ, അവന്റെ പരിപാലകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, റബ്ബാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവന്റെ ദാനം നൽകിക്കൊണ്ടേയിരിക്കും. അത് അള്ളാഹു റഹ്മാനാണ് എന്നുള്ള ആ സിഫത്തിനെ കൂടി അള്ളാഹു പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഉത്തരവാദിത്തപ്പെട്ടവര് അല്ലെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവര് ആ റഹ്മത്തിനെയും അള്ളാഹു റബ്ബാണ് എന്നുള്ളതിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിൽ ഇടപെടണം എന്നാണ്. അവിടെ വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ മുകളിലല്ല അള്ളാഹു നടപടി സ്വീകരിക്കുക. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു സമൂഹത്തിന്റെ മുകളിലാണ് അള്ളാഹു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതിനെ അള്ളാഹു എടുത്തു കാട്ടുന്നുണ്ട്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ പാഠം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വദന്നൂനി, യൂനുസിനെ നീ ഒന്ന് ഓർക്കുക, ഇദ്ഹബ മുഗാദിബൻ, അദ്ദേഹം കോപിതനായി പിന്തിരിഞ്ഞു പോയ സമയത്ത്. ഇവിടെ ഇവർ കോപിക്കണില്ല. ഇവര് തങ്ങളുടെ ജനതയോടുള്ള അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ജനത ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ ഇവര് ദുഃഖിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇവര് രക്ഷപ്പെടണമെന്ന് ഇവര് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവനോളം അക്രമി ആരുണ്ട് എന്നിവർ ചോദിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഉള്ളിലെല്ലാം തന്നെ ഇവരുടെ ഹൃദയവികാരം അള്ളാഹു പ്രകടിപ്പിക്കുന്നു. എന്നാൽ യൂനുസ് നബി അലൈഹി ഇസ്ലാം ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നു. അപ്പൊ യൂനുസിനെ കുറിച്ച് ഇപ്പൊ നമ്മോട് ഓർക്കാൻ വേണ്ടി പറയാണ്.
നമ്മൾ ഖുർആൻ ഓതിപ്പോകുമ്പോഴേ നമ്മുടെ പരിസരങ്ങളിലേക്ക് പ്രവാചകന്മാരെ ഇറക്കിക്കൊണ്ടുവരണം. അള്ളാഹു പിന്നെ ഉദ്ധരിക്കുന്ന ഇത്തരത്തിലുള്ള ചരിത്രങ്ങളെ നമ്മളെ ചുറ്റുപാടുകളുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മളുമായിട്ട് ചേർത്ത് വായിക്കണം. അപ്പോ യൂനുസ് നബി അലൈഹി ഇസ്ലാം ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നു. അദ്ദേഹം എന്തോ ചില കാരണങ്ങളാൽ ആ സമൂഹത്തിന്റെ നായകന്മാരിൽ നിന്നും കേട്ട പ്രതികരണത്തിൽ കുപിതനായി അദ്ദേഹം തിരിഞ്ഞു പോവുകയാണ്. അല്ലം യഖ്ദിർ അലൈഹി, അദ്ദേഹത്തിന്റെ മുകളിൽ അള്ളാഹു നടപടിയൊന്നും സ്വീകരിക്കൂല എന്ന് അദ്ദേഹം കരുതി. കാരണം പ്രവാചകനാണ്, നബൂവത്തുള്ള വ്യക്തിയാണ്. പക്ഷെ അവരെ കൈയൊഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഹുജ്ജത്ത് പൂർണ്ണമാകുന്നതിന് മുമ്പ് ആ സമൂഹത്തോട് കാണിക്കേണ്ട മര്യാദകൾ, അത് അള്ളാഹുവിന്റെ വഹി അനുസരിച്ച്, പ്രപഞ്ചനാഥന്റെ നിർദ്ദേശമനുസരിച്ച് അവരോട് പുലർത്തേണ്ട മര്യാദകൾ പൂർത്തീകരിക്കാതെ പിന്തിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അള്ളാഹു പിടികൂടി. അദ്ദേഹം ഇരുട്ട കിടന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്കെല്ലാം അറിയുന്ന സംഭവമാണ്. അദ്ദേഹം പോകുന്നു, ഒരു പിന്നെ പായക്കപ്പലിൽ കയറുന്നു. അവിടെ ഒരാളുടെ ഭാരം ആ കപ്പലിനെ, ആ പായക്കപ്പലിനെ ആ സമുദ്രാഴിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അത് തകർന്ന് എല്ലാവരും മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരാൾ അതിൽ നിന്ന് എങ്ങനെയും ചാടിക്കൊള്ളണം. ലിഫ്റ്റിൽ കയറുമ്പോഴാണ് അതിനൊക്കെ ഒരു ആ ഭാരത്തിൽ ഒരു കണക്കുണ്ടാവും. അപ്പൊ ആ ഭാരം കൂടിക്കഴിഞ്ഞാൽ പറയും ഒരാൾ പുറത്തു പോകണമെന്ന് പറയും. ഇതുപോലെ അന്നും ആ കപ്പലിന്റെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാരത്തിനപ്പുറം ഒരാളുടെ ഭാരം അതിൽ ഏറുന്നു. അപ്പൊ അള്ളാഹിന്റെ ഇടപെടലാണ്. അള്ളാഹു എങ്ങനെയാണ് അള്ളാഹു മുദബ്ബിർ ആകുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അള്ളാഹിന്റെ തദ്ബീർ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു കാലഘട്ടത്തിന്റെ ഒരു വായനയായിട്ട് നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നമ്മൾക്കിടയിൽ എങ്ങനെയാണ് അള്ളാഹു മുദബ്ബിർ ആകുന്നത്, അള്ളാഹിന്റെ തദ്ബീർ എങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത് എന്നുള്ള അള്ളാഹുവിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു എങ്ങനെയാണ് അവന്റെ കാര്യങ്ങളെ ഓരോന്നും ക്രമാതീതമായി എങ്ങനെയാണ് ശരിപ്പെടുത്തുന്നത്, നമുക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളില് ഒരു യൂനുസ് നബി അലി ഇസ്ലാമിന്റെ ആ മാനസികാവസ്ഥ, ആ ചെയ്തു പോയ ആ തെറ്റിന്റെ ഗൗരവം, അതിനോട് അള്ളാഹു എങ്ങനെയാണ് അള്ളാഹു ആ പ്രവാചകനെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നതെന്നും അവിടെ നിന്ന് ഏത് രൂപത്തിലാണ് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതെന്നും, അപ്പൊ ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഗൗരവം എന്താണെന്നും, ഈ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം എന്താണെന്നും, അതെങ്ങനെയാണ് നിങ്ങളുടെ ഇടങ്ങളിൽ ഏറ്റവും നന്നായി പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നെല്ലാമുള്ള മഹാചിന്തയെ അള്ളാഹുദിന്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം പറയുന്നത് എന്താണ്? പിന്നെ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ലാ ഇലാഹ ഇല്ല അന്ത, നീയല്ലാതെ ഒരു ആരാധ്യനില്ല. സുബ്ഹാനക, നിന്റെ നാമത്തിലോ നിന്റെ അഫ്ആലിലോ പ്രവൃത്തിയിലോ ഒന്നും തന്നെ ഒരു പങ്കാളിയുമില്ല. സുബ്ഹാനക, നമ്മൾ ഇതിന്റെ മുമ്പ് സുബ്ഹാന എന്ന് പറഞ്ഞതിനെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നിന്റെ എല്ലാ വിശുദ്ധിയെയും ഞാൻ വാഴ്ത്തുന്നു, ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്ന് പറയാണ്. അപ്പോ ഒരു പ്രവർത്തന ഗോതയിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളത് അത് അക്രമമാണ് എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയാണ്. തന്നോട് തന്നെ ചെയ്തു പോയ അക്രമമായി തിരിച്ചറിയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയെ പാലിക്കുന്നതിന് പകരം, ആ ഹുജ്ജത്ത് പൂർത്തീകരിക്കുന്നതിന് പകരം പിന്തിരിഞ്ഞു എന്നുള്ളത് അത് തന്നോട് തന്നെ ചെയ്ത അക്രമമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഏതൊന്നും അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു പാതകമാണ്. വൈൻ ശക്കർത്തും ലി അൻഫുസിക്കും, നിങ്ങൾ അള്ളാഹിനോട് നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെയാണ്. വൈൻ കഫർത്തും, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ അപകടം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. വൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അത് ഭയാനകമാണ്. അപ്പൊ ഇവിടെ യൂനുസ് നബി അലൈഹി സ്വലാം എന്താക്കാണ്? തിരിച്ചറിയാണ്, എന്റെ ഈ പിന്തിരിഞ്ഞ് പോക്ക്, അതിലൂടെ ഞാൻ എന്നോട് തന്നെ തെറ്റുകാരനായിരിക്കുന്നു. അപ്പൊ ഇതിനെല്ലാം ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഒരു സമൂഹത്തോട് പാലിക്കേണ്ട, അപ്പോ അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ സ്വീകരിച്ച നിലപാട് പോലത്തെ നിലപാട് സ്വീകരിക്കാതെ ആ സമൂഹത്തെ അവര് വേറെ ആളുകള്, നമ്മള് വേറെ ആൾക്കാര്, നമ്മൾ നമ്മളെ പാട് നോക്കി പോവുക, ഓരോ പാട് നോക്കട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാനം. അങ്ങനല്ല.
ഇവിടെ അതുകൊണ്ട് നമ്മൾ ഈ മതം എന്നുള്ള വാക്ക് നിരന്തരം പ്രയോഗിക്കുന്നതിലൂടെ, ഞങ്ങൾ എന്ന പ്രയോഗം നിരന്തരം നടത്തിയതിലൂടെ ഉണ്ടായ ഒരു അപകടമാണ്. ഞങ്ങളുടെ മതം, ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ വേദം. അപ്പൊ ഇതിലൊന്നും മറ്റുള്ളവർക്ക് ഇതിലൊന്നും അവകാശമില്ല എന്നോ ഇതിലൊന്നും അവർക്ക് കാര്യമില്ല എന്നുമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ പാടൂക്ക് പോയിക്കോളൂ എന്നാ. അള്ളാഹു പറയൂല. കാരണം അള്ളാഹുവിന്റെ മുമ്പ് രണ്ട് കൂട്ടരേ ഉള്ളൂ ഭൂമിയിൽ. ഒന്ന് പടച്ചോന് കീഴ്പ്പെട്ടവരും പടച്ചോന് കീഴ്പ്പെടാത്തവരും. പടച്ചോന് കീഴ്പ്പെട്ടവരില് മുഹമ്മദും അഹമ്മദും രാമനും ജോർജും അമ്മണിയും ഫാത്തിമയിലും ഉണ്ടാവും. പെട്ടവരിലും കീഴ്പ്പെടാത്തവരിലും ഇതുപോലുള്ള പേരുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവും. ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേക സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തെറ്റായ കുറെ സംഗതികളുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടരേ ഉള്ളൂ. അവരല്ലാഹു സംബോധനം ചെയ്യുന്നു. ഈ ഭൂമിയിൽ വന്നു, എല്ലാവരും ഇവിടെ ജീവിക്കുന്നു. അള്ളാഹു അവൻ റബ്ബാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവന്റെ സൃഷ്ടികൾക്ക് അവന്റെ കാരുണ്യം അവൻ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അവന് വെള്ളം നൽകുന്നു, വായു നൽകുന്നു, അവന് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നൽകുന്നു. അപ്പോ അതിന്റെ ഇടയിൽ അവൻ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഹിദായത്തിന് 3 അടയാളമാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ക്ലാസിന്റെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹിദായത്തിന്, മാർഗദർശനത്തിന്, ഈ പ്രപഞ്ചത്തിന്റെ നാഥന് കീഴ്പ്പെടേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടാന് അള്ളാഹു 3 അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തെ വായിക്കണം, നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. തന്റെ ചുറ്റുമുള്ള, അതുകൊണ്ട് സൂറത്ത് യൂസുഫിൽ പറയുന്നത്, നിങ്ങൾ എത്ര ദൃഷ്ടാന്തങ്ങൾക്കിടയിലൂടെയാണ് നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വമായുമിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രിക്കൂൻ, അധിക ആൾക്കാരും അള്ളാഹിനോട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, അള്ളാഹുവിനെ അടുത്തറിയുന്നത് അവന് പങ്കുകാരെ വെച്ചുകൊണ്ട് തന്നെയാണ്. അതിന് നമ്മൾ മറ്റൊരു ഉദാഹരണം കൂടി, റബ്ബിനെ മനസ്സിലാകാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷിർക്കിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറയുണ്ടായി. അപ്പൊ ഈ പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും, അള്ളാഹിനെ ബോധ്യപ്പെടും. പക്ഷെ അധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂല. അവലം യൻദുറൂ ഫീ മലകൂതി സമാവാതി വൽ അർദ്, നിങ്ങൾ ആകാശ ഭൂമികളുടെ അഗാധതയിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. പക്ഷെ അധികം ആൾക്കാരും ചിന്തിക്കൂല. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താണ്? ഇനി അത് ചിന്തിക്കാത്തവന് അവനെന്ന അദ്ഭുത സൃഷ്ടിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, ഈ പ്രപഞ്ചത്തിനുള്ളിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അനേകായിരം സൃഷ്ടികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതും ചിന്തിക്കൂല, അധികം ആൾക്കാരും ചിന്തിക്കൂല. പിന്നെയോ ഇതാ നിങ്ങളുടെ സമയം തീരാൻ വേണ്ടി പോവാണ്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കും. മനുഷ്യന് അവനെ കുറിച്ച് ചിന്തിക്കൂല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത പ്രശ്നമാണ് എന്നും അവന്റെ വലിയ പ്രശ്നമായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. അവന്റെ വയറിന്റെ പ്രശ്നമാണ്, അവന്റെ കുടുംബത്തിന്റെ പ്രശ്നമാണ്, അവരുടെ പട്ടിണിയാണ്, അവരുടെ ഐശ്വര്യമാണ്, അവരുടെ സൗഭാഗ്യങ്ങളാണ് അവന്റെ എന്നത്തെയും പ്രശ്നമായിട്ട് അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഞെട്ടോട്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ മനുഷ്യൻ ചിന്തിക്കൂല. അവൻ ജീവിക്കുന്ന, അവന്റെ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന അത്ഭുതങ്ങളെല്ലാം നിരന്തരം കണ്ട് അവന് അത് അത്ഭുതമല്ലാതെയായി മാറുകയും അവൻ തന്നെ ഒരു അത്ഭുതമല്ലാതെയായി അവന്റെ മുമ്പിൽ അവൻ തീരുകയും ചെയ്യുമ്പോഴേ അവന് വെറും അവന്റെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കണോ. അതിന്റെ ഇടയിൽ എന്താണ് ഇത്തരത്തിലുള്ള ഉണർത്തുപാട്ടുകാരായിട്ട് അള്ളാഹു ചില ആളുകളെ, പ്രവാചകന്മാരെ കൊണ്ടുവരിക. അപ്പൊ മൂന്നാമതായിട്ട് പിന്നെന്താണ്? വഹിയാണ്. ഈ വഹിയിനെ കേൾപ്പിച്ചുകൊണ്ട് പിന്നെ മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിക്കാൻ അള്ളാഹു ചെയ്യുന്നത്. അത് ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല, അത് അള്ളാഹ് സൃഷ്ടികൾക്കുള്ളതാണ്. വലഖദ് കറംനാ ബനി ആദമ, മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. അപ്പൊ മനുഷ്യ മക്കൾ എന്ന് പറയുമ്പോൾ ഈ ആയത്ത് ഓതുമ്പോൾ നമ്മളെ ചിന്തയിലേക്ക് വരുന്നത് ഈ മുഹമ്മദും അഹമ്മദും ഫാത്തിമലും ആണ് എന്നുള്ളതാണോ? എങ്കിൽ നമുക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളത്, അള്ളാഹ്ക്ക് തെറ്റുപറ്റൂല. അള്ളാഹുവിന് തന്റെ അടിമകളോട് ഏറെ കാരുണ്യമുണ്ട്. അവൻ കാരുണ്യപൂർവ്വേ വർത്തിക്കുള്ളൂ. അവരോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നതും പ്രവാചകന്മാരെ നിയോഗിക്കുന്നതും അവരുടെ മാർഗദർശനത്തിനായി അവരിലൂടെ ദിവ്യബോധനങ്ങൾ നൽകുന്നതും എല്ലാം തന്നെ അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ കാരുണ്യമായിട്ട് മാറുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി നബിയെ അങ്ങയെ നിയോഗിച്ചിരിക്കണോ. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും കാരുണ്യാണ്, അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുക. കാരണം ഇവിടെ വരുമ്പോ അവൻ അന്ധനാകുന്നു,
ഈ ഭൗതികതയുടെ അതിപ്രസരത്തിൽ, അതിന്റെ പ്രത്യേകതയിൽ അവന്റെ ജീവിത ലക്ഷ്യം മറന്ന് അവൻ ഓടുന്നു. അതുകൊണ്ട് ആ അന്ധതയ്ക്കിടയിൽ അവന് കണ്ണിന് വെളിച്ചം നൽകി, അവന്റെ കേൾവിക്ക് ശക്തി നൽകി, ചില വചനങ്ങൾ അവരെ കേൾപ്പിക്കുകയും അതിലൂടെ അവരുടെ സൃഷ്ടിനാഥനിലേക്ക് നിരന്തരം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് തിരിഞ്ഞില്ല എന്നുള്ളൂ. നമ്മൾ ഈ മതവാദവും വർഗവാദവും എല്ലാം ഉയർത്തുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പാടിന് പോയിക്കൊളീന്ന. അങ്ങനെ പാടിന് പോയി കഴിഞ്ഞാൽ അള്ളാഹു നടപടി എടുക്കും. ഒരു സമൂഹത്തിന് അള്ളാന്റെ റഹ്മത്ത് വർഷിക്കണമെങ്കിൽ, അവരെ നസ്ർ അവർക്ക് മുകളിൽ ഉണ്ടാകണമെങ്കിൽ അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം. അവിടെയാണ് ഇവിടെ അസ്ഹാബുൽ കഹ്ഫ് വയൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മത്തിഹി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്ത ബോധം മറന്നുകൊണ്ടുള്ള വർത്താനല്ല. അത് എല്ലാ അർത്ഥത്തിലും അവരോട് ആ ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുന്നു. അതിനുശേഷം അള്ളാഹുവിലേക്കുള്ള മടക്കാണ്. ഇനി നമുക്ക് ഇവരിത് ആക്രമിക്കാൻ വേണ്ടി വരുന്നു, അത് പറഞ്ഞതിന്റെ പേരിലല്ല ആക്രമിക്കണം എന്നുള്ളതും കൂടി ചിന്തിക്കണം. നമ്മൾ അവർ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അതിനാൽ ഇനി നമുക്ക് എന്താക്കാം, നമ്മുടെ നാട്ടിലെ നാം തെരഞ്ഞെടുത്തൊരു ഗുഹാമുഖത്തേക്ക് നമുക്ക് പോകാം, ആ ഗുഹയിലേക്ക് നമുക്ക് പോകാം എന്നവർ തീരുമാനിക്കുകയാണ്. അതും ആ നാട് വിട്ടു പോകാതെ നാടിനോടുള്ള സ്നേഹവും ആ സമൂഹത്തോടുള്ള കാരുണ്യവും എല്ലാം തന്നെ ആ ഗുഹയെ തെരഞ്ഞെടുത്തതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ടാണ് പിന്നെ യൂനുസ് നബിനെ പോലെ ആകാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു. റസൂലുള്ളാഹിനോടുള്ള അള്ളാന്റെ കൽപ്പന ഉണ്ട്, ലാ തകുൻ കസ്വാഹിബിൽ ഹൂതി, സ്വാഹിബുൽ ഹൂത്തിനെ പോലെ നബിയെ അങ്ങാകാൻ പാടില്ല. ഈ ആയത്ത് ഇറങ്ങിയപ്പോ റസൂലുള്ള പെട്ടെന്ന് മിമ്പറയിൽ കയറി യൂനുസിനെക്കാളും നിങ്ങൾ എന്നെ പുകഴ്ത്തി പറയരുത് എന്ന് പറഞ്ഞു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മള് ഇതുപോലെ ഒരു ജനതയോട് തങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കരുത് എന്ന് ഇന്നും അള്ളാഹു പറയുന്നുണ്ട്. യൂനുസിനെ പോലെ ആകരുത് എന്ന് നമ്മൾ ഓതുമ്പോൾ അത് റസൂലുള്ളാഹിനോടുള്ളത് എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അല്ല, അത് വായിക്കുന്ന ഓരോ മനുഷ്യനോടുള്ളതാണെന്നാണ്. അതാണ് പിന്നെ ഖുർആൻ തഫ്സീറിലും ഈ ഉസൂൽ തഫ്സീറിലും പഠിക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹു ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആരോടാണ് അള്ളാഹു ആ ഖിതാബ് നടത്തുന്നത് എന്നല്ല ഉസൂൽ തഫ്സീറിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്. അത് നമ്മളോടുള്ള അള്ളാന്റെ കൽപ്പനയാണ്, ലാ തകുൻ കസ്വാഹിബിൽ ഹൂതി, ഈ സ്വാഹിബുൽ ഹൂത്തിനെ പോലെ ആകാൻ പാടില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ച ഒന്നിനെ മറച്ചു വെക്കുക. മിനൽ ബയ്യിനാതി വൽ ഹുദാ, മാർഗദർശനത്തിലാലും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിനാലും അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ ആ സന്ദേശങ്ങളെ മറച്ചു പിടിക്കുക. ഇങ്ങനത്തെ ആൾക്കാർ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ്, ഇതെല്ലാം മനുഷ്യർക്ക് നന്നായി പറഞ്ഞു കൊടുക്കണം, പോലെ പഠിപ്പിക്കണം എന്ന് അവരെ ഉപദേശിച്ചതിന് ശേഷം, അവരോട് കൽപ്പിച്ചതിന് ശേഷം ആ മാർഗദർശനത്തെ മറച്ചു പിടിക്കുക, അവർക്ക് എത്തിച്ചു കൊടുക്കാതിരിക്കുക. ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരല്ലാഹു ശപിച്ചിരിക്കുന്നു. ശപിക്കുന്നവരെല്ലാം ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്ത് മടങ്ങുന്ന ആൾക്കാർ ഒഴിച്ച്. അപ്പൊ എന്താണ്, ഞങ്ങളെ ഭാഗത്ത് ചില തെറ്റുകളുണ്ട്, അള്ളാന്റെ ഭാഗത്തിൽ നിന്ന് ചില ശിക്ഷാ നടപടികൾ ഉണ്ടാകുമ്പോഴേ ഞങ്ങളുടെ ഭാഗത്ത് എന്തോ ചില തകരാറുകൾ വന്നിട്ടുണ്ട് എന്ന് വേഗം തിരിച്ചറിയണമെന്നാ. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനു, അവർ സ്വയം ശുദ്ധരായി മാറുകയും വബയ്യനു, അത് വിശദീകരിച്ചു കൊടുക്കുമാണ്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും അവന്റെ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്ന. വാനത്തൗവാബുർ റഹീം, അവർക്ക് അവരുടെ പാപം സ്വീകരിക്കുകയും ഞാൻ അവർക്ക് അവരുടെ പാപമോചനം അവർക്ക് നൽകുകയും ചെയ്യും. അപ്പോ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് മാറാൻ പാടില്ല. യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മത്തിഹി, അല്ലെ, അവര് അങ്ങനെ ഗുഹാമുഖത്ത് ഇതാകുന്നു. പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അവൻ നമുക്ക് വിശാലമാക്കി തരും. ആ വിശാലമാക്കൽ എങ്ങനെയാണ് അള്ളാഹു നടത്തിയത്? ചെറിയൊരു ഗുഹാമുഖാണ്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇടുങ്ങിയ ഇടമാണത്, വളരെ വയ്യക്കായ ഒരു ഇടാണ്. അവിടെ എങ്ങനെയാണ് അള്ളാഹു ഇവർക്ക് വിശാലത നൽകുന്നത് എന്നുള്ളതാണ്. ആ വിശാലത അള്ളാഹു നൽകുന്നത് അവരുടെ, നമ്മൾ ഈ പറഞ്ഞതുപോലെ
അവരുടെ പ്രവർത്തനത്തിന് സമ്മാനമായി നൽകുകയാണ്. യൂനുസ് നബിനെ അള്ളാഹു പിന്നീട് കൊണ്ടുപോയിട്ട് ആ മത്സ്യത്തിന്റെ വയറ്റിലിട്ടു, 3 ദിവസം കഴിഞ്ഞിട്ട് പുറത്തിട്ടു. ഇതിലെല്ലാം ഞങ്ങൾ കുറെ പാഠം കിട്ടോ. നമ്മളുടെ കർമ്മ പരിസരങ്ങളിലേക്ക് ചേർത്ത് വെക്കേണ്ട, നമ്മുടെ നാട്ടിലേക്ക് ചേർത്ത് വെക്കേണ്ട, നമ്മുടെ പിന്നെ നാം തിരിച്ചറിയാതെ പോയ നമ്മുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ട കുറെ ചിന്തകളുണ്ട്. ഇതൊന്നും അള്ളാഹു വെറുതെ പറഞ്ഞു പോകല്ല. ഇതിന്റെ ഉള്ളിൽ കുറെ പ്രവാചകന്മാരെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ഇമാം ഷഅറാബി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കുറെ സംഗതികളിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ചെറിയ സംഭവത്തിൽ കുറച്ച് പറഞ്ഞു പോകാം. അപ്പൊ ഇൻഷുല്ലക്കും റബ്ബുക്കും മിർ റഹ്മത്തിഹി, അവന്റെ കാരുണ്യം നിങ്ങൾക്ക് മുകളിൽ അവൻ വിശാലമാക്കി തരും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ലയ്യക്കായ? അപ്പൊ ഇവിടെ ഇമാം ഷാറാബ് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഈ ഇടുങ്ങിയ ഇടങ്ങളിൽ നിങ്ങൾ ചോദിക്കൂ, എങ്ങനെയാണ് അള്ളാഹു അവന്റെ കാരുണ്യം അവർക്ക് അവിടെ നൽകുന്നത് എന്ന്. കാരണം അവിടെ ഓൾറെഡി ഈ ഗുഹാമുഖം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയൊരു ഇടാണ്. അപ്പൊ എങ്ങനെയാണ് അവർക്ക് കാരുണ്യം അള്ളാഹു നൽകുന്നത്? അവരെ ഉറക്കി എന്നുള്ളതാണ്. അള്ളാന്റെ അവർക്ക് നൽകിയ കാരുണ്യം എന്താണ്? അവരെ ഉറക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് അതിന്റെ ഞെരുക്കം അനുഭവപ്പെട്ടില്ല. അവർ കയറുന്നു, അവരങ്ങ് ഉറങ്ങിപ്പോകുന്നു. അതായത് നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ തിക്കി തിരക്കി വല്ലാതെ വീർപ്പ് മുട്ടും. നമ്മൾ ഒരു ഇടുങ്ങിയ ഇടത്ത് ആളുകൾ ഇരിക്കുമ്പോഴേ അവർക്ക് വീർപ്പ് മുട്ടും. ആ വീർപ്പ് മുട്ടൽ അല്ലാഹു കൊണ്ട് ഒഴിവാക്കി. അതാണ് അവർക്ക് നൽകിയ കാരുണ്യം. ശാന്തമായി സ്വസ്ഥമായി അവര് അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ശാന്തമായ ഒരു ഉറക്കിലേക്ക് അവരെ കൊണ്ടുപോയി. അതുകൊണ്ട് മനുഷ്യൻ പ്രയാസങ്ങൾ അനുഭവിക്കും, മനുഷ്യനക്ക് ഉറക്കം വരില്ല. എന്നാൽ അള്ളാഹു ഇവിടെ അവന്റെ കാരുണ്യത്തിന്റെ ആ വിശാലത നൽകുന്നത് അവർക്ക് ഉറക്ക് കൊടുത്തിട്ടാണ്. അതിന്റെ ഞെരുക്കം അറിയാതെ, അതിന്റെ പ്രയാസം അറിയാത്ത രൂപത്തിൽ അള്ളാഹു ശാന്തമായി അവരെ ഉറക്കി. യുഹയ്യിലക്കും മിൻ അംരിക്കും മിർഫഖ. അപ്പൊ അള്ളാഹു ഇതുപോലെ ഹുജ്ജത്ത് പൂർണ്ണമായി കഴിഞ്ഞാല് പിന്നെ അള്ളാഹുവിന്റെ ഇടപെടൽ നടക്കുന്ന. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് നോക്കി ഇതുപോലെ ഹിജ്റ പോവുകയാണ്. അപ്പോ അവിടെയും നമ്മള് പിന്നെ ഇമാം ഷഅറാബി മൂസാ നബിനെയും റസൂലുള്ളാഹിനെയും ഈ എൻഷുർലക്കും റബ്ബുക്കും റഹ്മത്തിഹി എന്നുള്ളിടത്ത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് പിന്നെ മൂസാ നബി ഫിറൗന്റെ അടുക്കൽ എത്തുന്നു. ഫിറൗന് ആദിക്ക് പോകാൻ വേണ്ടി പറയുന്നു. മൂസാ നബി ഒന്ന് പേടിച്ച് ഒന്ന് പിന്മാറാനുള്ള ശ്രമം നടത്തുന്നു. 5 തവണയാണ് മൂസാ നബിയും അള്ളാഹും തമ്മിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത്. മൂസാ നബിയുടെ അരികിലേക്ക് പിന്നെ പോകാൻ വേണ്ടി പറയുമ്പോൾ ഒരു ഭീകരനായ ധിക്കാരിയായ അധികാരിയുടെ എല്ലാ സ്വഭാവങ്ങളും അറിയുന്ന പ്രവാചകൻ ഭയപ്പെടുന്നുണ്ട് അല്ലെ. നീ ഫറോവയിലേക്ക് പോകുമെന്ന് പറയാണ്. അപ്പൊ പടച്ചോനെ, എന്നെ കൊല്ലൂന്ന് ഞാൻ ഭയപ്പെടുകയാണ് റബ്ബേ എന്ന് പറയാണ്. എന്റെ ഹൃദയം വർത്താനം പറയാൻ കഴിയില്ല, അത്രയും വലിയ അക്രമിയല്ലേ, എന്റെ ഹൃദയം ഇടുങ്ങിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വല എന്തലിഖു ലിസാനി, എനിക്ക് നാവ് പൊന്തൂല പടച്ചോനെ എന്ന് പറയാണ്. ആ ഭീകരതയുടെ, ആ പേടിയുടെ ഒരു മൂർത്തമായ ഒരു ഭാവത്ത് അള്ളാഹു ആ മൂസാ നബിയുടെ വാക്കിൽ തന്നെ അള്ളാഹു എടുത്തു കാട്ടുകയാണ്. ആദിക്കനെ പറയാൻ എനിക്ക് പോകാൻ പറ്റില്ല, പേടിയാണ് പടച്ചോനെ എന്നാ. എന്നിട്ട് അള്ളാഹു പറയാണ് പൊയ്ക്കോ. അപ്പൊ അള്ളാഹു മനുഷ്യനോട്, അതേ നമ്മൾ നേരത്തെ പറഞ്ഞത്, പടച്ചോനോട് അള്ളാഹു തന്റെ ദാസനോട് കരുണ കാണിക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. ഹുജ്ജത്ത് പൂർണ്ണമാകാൻ അള്ളാഹു ഓനെ നശിപ്പിക്കൂല എന്നുള്ളതാണ്. ഒരു ധിക്കാരിയെയും അള്ളാഹു അങ്ങനെ നശിപ്പിക്കൂല, അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കപ്പെടാതെ. എന്നല്ല ആൾക്കാർ പറഞ്ഞ എന്തെങ്കിലും കഴിഞ്ഞിക്കണ്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്നെല്ലുമാണ് ഇപ്പൊ ആൾക്കാർ പറയണത്. ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതിനുള്ള ബാങ്കിന്റെ അർത്ഥം ഞമ്മക്ക് പോലും അറിയില്ല എന്താ ഈ പറഞ്ഞത് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ പറയാണ് ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതന്നെയാണ് ഏറ്റവും വലിയ ദഅവത്ത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഞമ്മക്കറിയണ്ടേ അതിന്റെ അർത്ഥം എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത്, ഞമ്മക്ക് തന്നെ അറിയണ്ടേ. ആ പാവപ്പെട്ട ആൾക്കാർക്ക് എങ്ങനെ അറിയും അത്? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വർത്താനാണ്, മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം പോലും ഞമ്മക്കറിയില്ല എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ പറയാണ് ഇതെല്ലാം തീർന്നിക്കണ്, എല്ലാം തികഞ്ഞിക്കണെന്ന്. അതിനെ വലിയ വലിയ തലയെക്കെട്ട് കെട്ടി ഡോക്ടർമാരാണല്ലെന്ന് പിന്നെ പേരിന്റെ കൂടെ പിന്നെ ദക്തൂർ എന്നെല്ലാം എഴുതി പിന്നെ അങ്ങനെ വലിയ വലിയ പിന്നെ നാമങ്ങളെല്ലാം പേരിനോട് കൂടി ചേർത്ത ആൾക്കാരാണ് ഈ സമൂഹത്തോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഏതെങ്കിലും ഒരു മതത്തെ പിന്നെ പ്രചരിപ്പിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രത്യേക ആശയങ്ങളെ
ബോധ്യപ്പെടുത്തരുത്. മനുഷ്യനോടുള്ള കാരുണ്യവും മനുഷ്യന്റെ ഉള്ളിലുള്ള നിറഞ്ഞു നിൽക്കുന്ന അവന്റെ ഫിത്രിയായ അവന്റെ പ്രകൃതിപരമായ ബോധമാണ്. കാരണം ഇവിടെ എല്ലാവരും വരുന്നു, ഇവിടുന്ന് എല്ലാവരും മറ്റൊരു ലോകത്തേക്ക് വിട പറയുന്നു. ആ ലോകം സത്യമാണ്. ആ ലോകത്ത് മനുഷ്യരെല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അതിനാൽ ആ മനുഷ്യനോട് കരുണ കാണിക്കേണ്ടതുണ്ട്. അത്രേ ഉള്ളൂ. അവിടെ മതവും ജാതിയും വർഗവും ഒന്നും അള്ളാഹു ചർച്ചയ്ക്ക് വിധേയമാക്കണില്ല. മനുഷ്യന്റെ ഒരു ഫിത്തിരിയായ ബോധത്തെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ആർക്ക് കീഴ്പ്പെടണം മനുഷ്യരെ? നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കണം മനുഷ്യരെ? നിങ്ങൾ ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും പുലരാൻ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഏത് ചിന്തയെ നിങ്ങൾ ആവാഹിക്കണം മനുഷ്യരെ? ഈ പ്രപഞ്ചത്തിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്. അവിടെയൊന്നും ഒരു കൂട്ടിമുട്ടൽ നടക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് കൂട്ടിമുട്ടലുകൾ നടക്കുന്നു? അല്ലെ? അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ ഇതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ ഒന്നും മുട്ടുന്നില്ല. കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഭ്രമണപഥത്തിലൂടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ് എന്നുള്ളതാ. അത് അള്ളാന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നു എന്നുള്ളതാ. അള്ളാന്റെ നിയമം വിട്ടു പോകൂല. അതുകൊണ്ടാണ് അതെല്ലാം തന്നെ ക്രമാതീതമായി അതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമായി മുട്ടാതെ അത് നടക്കുന്നത്. അത് അള്ളാന്റെ നിയമത്തെ പാലിക്കുന്നു എന്നുള്ളതാ. ഭൂമിയിൽ മനുഷ്യൻ ഇഖ്തിയാരി ഉള്ളത് കൊണ്ട് തന്നെ അവനെന്താക്കുന്നു? അള്ളാന്റെ നിയമത്തെ അവൻ മറക്കുകയും അവന്റെ ചില ഇച്ഛകൾക്ക് വേണ്ടി അവൻ ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ കൂട്ടിമുട്ടലുകൾ. അവിടെയാണ് പ്രവാചകന്മാർ ഇടപെടുന്നത്. അവിടെയാണ് പ്രവാചകന്മാർ സംവദിക്കുന്നത്. അപ്പൊ അവിടെ ചില സംഗതികളിലും പിന്നെ നടക്കും. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ മൂസാ നബി പോവാണ്. മൂസാ നബി പേടിച്ച് പറക്കുന്നു. എന്നാ മൂസാ നബി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരേ ഒരു പ്രവാചകൻ മാത്രമാണ് തനിക്ക് പ്രവാചകത്വം നൽകിയിട്ട് തന്നോടൊപ്പം മറ്റൊരാളെ സഹായിയായി നിയോഗിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു പ്രവാചകൻ മൂസാ നബി മാത്രമാണ്. ഒരേ ഒരു പ്രവാചകൻ. പേടിച്ച് വിറക്കുകയാണ് ആ സമയത്ത്. അത് ചോദിക്കുകയാണ്, പടച്ചോനെ, എന്റെ സഹോദരൻ ഹാറൂനെ കൂടി എന്നോടൊപ്പം നീ നിയോഗിക്കുമോ? വഅഫ്സഹു മിന്നീ ലിസാനൻ, എന്നേക്കാൾ നന്നായി സംസാരിക്കാൻ പിന്നെ എന്റെ സഹോദരന് കഴിയുമെന്ന് പറയാണ്. അള്ളാഹു പറയാണ്, നിന്റെ സഹോദരനെ കൊണ്ട് നിന്നെ നാം ശക്തിപ്പെടുത്താം. ബി അഖീക വനജഅലു ലകുമാ സുൽത്താന, നിങ്ങൾക്ക് രണ്ടുപേർക്കും നാം ഒരു സുൽത്താനെയും നൽകാം. അങ്ങനെ നിങ്ങൾ പോയിക്കോളി. ഇത് ഹബാ, നിങ്ങൾ രണ്ടുപേരും പോയിക്കോളി എന്ന് പറയാണ്. അപ്പൊ രണ്ടുപേരും കൂടി പറഞ്ഞു, റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ, പടച്ചോനെ, ഞങ്ങൾക്ക് മുകളിൽ ചാടി വീണ് ഞങ്ങളെ ആക്രമിക്കൂന്ന് ഞങ്ങൾ രണ്ടുപേരും ഭയപ്പെടുകയാണ്. സഹായിയായി നൽകിയ പിന്നെ സഹോദരൻ കൂടി ചേർന്നിട്ട് പിന്നെ തങ്ങളുടെ പേടി പറയാണ്. അപ്പൊ പേടിയുടെ ആ ഭീകരമായ അന്തരീക്ഷത്തെ അള്ളാഹു ആ പ്രവാചകനെ അവതരിപ്പിക്കുന്നതിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ വ്യക്തിയിലേക്ക് എന്നല്ല പറഞ്ഞത്. സുമ്മ ബഅസ്നാ മൂസാ ബി ആയാതിനാ ഇലാ ഫിർഔന വ മലഇഹി എന്നാണ് സൂറത്ത് അഅറാഫിൽ മൂസാ നബിയെ തുടങ്ങി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഇലാ ഫിർഔന വ മലഇഹി, ഫറോവയിലേക്കും അദ്ദേഹത്തിന്റെ കൂട്ടാളികളിലേക്കും നാം നിയോഗിച്ചു. ആ കൂട്ടാളികൾ അദ്ദേഹത്തിന്റെ പ്രവിശാലമായ അധികാര പിന്നെ ചക്രം തിരിക്കുന്ന ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാ. അതുകൊണ്ടാണ് ഹാമാനെ കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതുപോലെ തന്നെ അവർക്കിടയിലെ ധനാഢ്യര ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്, ഖാറൂനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ കൊണ്ടുവരുന്നത്. അപ്പോ അധികാരികളും സമ്പന്നരും ചേർന്നുകൊണ്ട് അവരുടെ ഉയർച്ചക്ക്, അവരുടെ സ്ഥായിയായ ഭാവത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഏതൊന്നിനെയും അവര് നിഷ്കാസനം ചെയ്യാൻ അവർ കൂടി ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ പിന്നെ സംഭവം മൂസാ നബിയുടെ മുമ്പിൽ നിൽക്കുന്നു. പക്ഷെ മൂസാ നബി എന്താക്കുന്നു? പിന്നെ അവസാനം റബ്ബിശ്റഹ് ലി സദ്രി, ഇതിലും വിശാലമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ചുരുക്കി പറഞ്ഞു പോകാം, സമയമില്ലാത്തതുകൊണ്ട് സമയം കഴിയാനായി. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, അവിടെ ആ ആയത്തിന്റെ ഉള്ളിൽ തന്നെ ഇമാം ഷഅറാവി മൂസാ നബിക്ക് പിന്നീട് അള്ളാഹു നൽകുന്ന തന്റെ കുട്ടിക്കാലത്ത് നടന്ന ഓരോ സംഭവങ്ങൾ അള്ളാഹു എടുത്തു കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹു അവന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു തന്റെ എങ്ങനെയാണ് അവൻ മുദബ്ബിറാണ് എന്നുള്ള ആ ഒന്നിനെ എങ്ങനെയാണ് അള്ളാഹു പ്രയോഗവൽക്കരിക്കുന്നത് എന്ന് അത് മൂസാ നബിനെ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും. പക്ഷെ മൂസാ നബിനെ
ആ പേടിയെ മുമ്പിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പിന്നീട് അവിടെ എത്തുന്നത് എന്നുള്ളതെല്ലാം ഈ ആയത്തിനെ വിശദീകരിക്കുന്നതിൽ ഇമാം ഷഅറാവി മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ എത്തുന്നു, തന്റെ ഫറോവയും മൂസാ നബിയുമായിട്ടുള്ള പിന്നെ സംസാരങ്ങൾ നടക്കുന്നു. ആ സംസാരങ്ങളിലെല്ലാം തന്നെ എങ്ങനെയാണ് അധികാരികൾക്ക് മുമ്പിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള കുറെ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു വെച്ച് പോകുന്നുണ്ട്. അതൊന്നും ഇപ്പൊ കൂടെ ചർച്ച ചെയ്യാൻ സമയമല്ല. അവസാനം അള്ളാഹു ഹുജ്ജത്ത് പൂർണ്ണമായിട്ട് അള്ളാന്റെ അനുമതിയോടുകൂടി ഹിജ്റ പോവുകയാണ്. ഈ അസ്ഹാബുൽ കഹ്ഫ് പോയതുപോലുള്ള ഹിജ്റ പോവാണ്. അങ്ങനെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ചെങ്കടലിന്റെ മുമ്പിൽ എത്തുകയാണ്. ഇന്ന് പുതിയ ലോകത്ത് ചെങ്കടൽ വലിയ ചർച്ചയാണ്. അവിടെ ഫറോവയെ മുക്കിക്കുന്ന ഒരു 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 ഇടത്തെക്കുറിച്ച് ഇന്ന് വലിയ ചർച്ച. നമ്മളൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല, അതൊന്നും പറയാൻ സമയമല്ല. അതിൽ കുറെ രാഷ്ട്രീയങ്ങളുണ്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന. ആധുനിക ഫറോവമാരെ എങ്ങനെയാണ് അള്ളാഹു കൈകാര്യം ചെയ്യാന്ന് അള്ളാഹു ഇന്ന് പഠിപ്പിക്കുകയാണ്. വീണ്ടും മൂസാ നബിയുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് മൂസ ഒരു കാലഘട്ടത്തിന്റെ മൂസയല്ല എന്ന് ഇമാം ഷഅറാവി പറഞ്ഞു വെക്കുന്നത്. ഫറോ ഒരു കാലഘട്ടത്തിന്റെ ഫറോവയല്ല, മൂസൽ ബശരിയ, ഫിറഔനുൽ ബശരിയ എന്നെല്ലാം പറഞ്ഞിട്ട് അതൊരു കാലഘട്ടത്തിൻ്റെതല്ല. അത് എല്ലാ കാലഘട്ടങ്ങളിലും രൂപപ്പെടുന്ന ധിക്കാരികളെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ധിക്കാരികളോട് എതിരിടുന്ന മൂസമാരെ കുറിച്ചുള്ള ചർച്ചയാണ് അള്ളാഹു നടത്തുന്നത് എന്നെല്ലാം ഇമാം ഷഅറാവി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചെങ്കടൽ ചർച്ചയാണ്. നമ്മള് അവസാനിപ്പിക്കാണ്. ഇവിടെ നന്നായി ഇന്ന് ചെങ്കടലിലും മൂസാ നബിയെയും അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിലും ചർച്ച ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഫറോവമാരെ അള്ളാഹു അതിശക്തമായി പാഠം പഠിപ്പിക്കും. എല്ലാ ധിക്കാരങ്ങളെയും തച്ചുടക്കും അള്ളാഹു. എങ്ങനെയാണ് അള്ളാഹു അവന്റെ ഒരു പ്രവാചകനിലൂടെ എങ്ങനെയാണ് അത് കാണിച്ചത്? ഇവിടെ മൂസാ നബി നമ്മളെ വിഷയത്തിലേക്ക് വരികയാണ്. ഏതായാലും മൂസാ നബി ആ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മൂസാ നബിക്ക് പിന്നെ ഇമാം അബുൽ ഹസൻ അലി നദവി മൂസാ നബിയെ കുറിച്ച് മൂസാ നബിയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് പിന്നെ ഇമാം അബുൽ ഹസൻ അലി നദവി ഒരു ചിന്തയെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അഥവാ ആദിക്ക് മദീനയിലേക്ക് മൂസാ നബി പോയപ്പോൾ പിന്നെ വഴി അറിയാമായിരുന്നു, എന്നാൽ അള്ളാഹു വഴി തെറ്റിപ്പിച്ചു, ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. രണ്ട് കൂട്ടരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്. അള്ളാഹുവിൽ അഗാധമായ ബോധമുള്ളവരാരാണെന്നും അവിടെ നിഫാഖ് പ്രകടിപ്പിക്കുന്നവരാരാണെന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വഴി തെറ്റിപ്പിച്ച് ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത് എന്നാ. അല്ലെങ്കിൽ മൂസാ നബി ആദിക്ക് ചെങ്കടലിന്റെ മുമ്പിലൂടെയല്ലോ പോയത്. മൂസാ നബിയുടെ ആദ്യ ഹിജ്റയുടെ വഴി മൂസാ നബിക്ക് കരമാർഗമാണ് മൂസാ നബി പോയത്. ഷുഐബ് നബിന്റെ അരികിലേക്ക് പോയത് കരമാർഗമാണ്. എങ്ങനെയാണ് ആ പോയ പ്രവാചകൻ എങ്ങനെയാണ് കടൽ ഒരു 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 പിന്നെ ചെങ്കടലിന്റെ മുമ്പിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അവിടെയാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹു എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള വ്യത്യസ്തങ്ങളായ ബോധങ്ങളെ, നന്മയുടെ, തിന്മയുടെ, നിഫാഖിന്റെ, കാപട്യത്തിന്റെ എല്ലാം തന്നെ അടയാളങ്ങൾ എങ്ങനെയൊക്കെ അള്ളാഹു പുറത്തിടുന്നത്. അവിടെ മൂസാ നബിന്റെ കൂടെ കൂടണോ അതോ മറ്റുള്ളവന്റെ ഒപ്പം കൂടണോ എന്നുള്ള ചോദ്യമുണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ ഇത് കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്, നമ്മളെയും നിർത്തിയിരിക്കുകയാണ്. അള്ളാഹു നിങ്ങൾ ആരെ കൂടെ കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ ധിക്കാരിയുടെ കൂടെ കൂടുന്നുവോ അതോ ഇതാ ഒന്നുമില്ല, തന്റെ മുമ്പിൽ സൈന്യമില്ല, വാഹനമില്ല, ആയുധമില്ല, ഒന്നുമില്ല, അവിടെ ഇങ്ങനെ ചെങ്കടലിന് മുമ്പിൽ ഒരു വടിയുമായി നിൽക്കുന്ന പ്രവാചകൻ. ഒറ്റ വടിയാണ്, തന്റെ കയ്യിലുള്ളതൊരു വടിയാണ്, കുത്തിപ്പിടിച്ചു പോകുന്നൊരു വടി മാത്രമാണ്. അവിടെ നിങ്ങൾ ഈ ഒന്നുമില്ലാത്ത ഈ വിശ്വാസ ദൃഢതയുള്ള തന്റെ ഈമാനെ സംരക്ഷിക്കുവാൻ, ഒരു സമൂഹത്തെ സംരക്ഷിക്കുവാൻ, ഒരു സമൂഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അക്രമിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ തുനിയുന്ന ഒരു ധീരനായ മനുഷ്യന്റെ കൂടെ നിങ്ങൾ നിൽക്കണോ? അതുപോലെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ക്രൂരന്മാരെ കൂടെ നിങ്ങൾ നിൽക്കണോ എന്നല്ല അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇപ്പോ ഇമാം ഷഅറാവി മനോഹരമായിട്ടാണ് വിശദീകരിക്കുന്നത്. അപ്പോ മൂസാ നബിയോട് പറയാണ് എന്ത്? ഇന്നാല മുദ്റക്കൂൻ, ഇതാ നമ്മളെല്ലാം ഇപ്പൊ നശിക്കൂട്ടോ. ആരൊക്കെ വരുന്നത്? ചെങ്കടലിന്റെ മുമ്പിലാ പോയിട്ട് നിൽക്കുന്നത്. ആരൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാസൈന്യാണ് പിന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. ഇന്ന് ആധുനിക ഫറോവമാര് മുഴുവനും അവരുടെ എല്ലാ ആയുധ ശേഖരണങ്ങളുമായിട്ട് അവര് ചെങ്കടൽ തീരത്ത് അവര് തമ്പടിച്ചിരിക്കുകയാണ്. ചെങ്കടൽ തീരത്ത് അവര് അണിനിരന്നിരിക്കുകയാണ്. പുതിയ ആധുനിക ലോകത്തെ എല്ലാ ഫറോവമാരും അവിടെ അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇന്നാലെ മുതറക്കൂർന്ന് നമ്മളും പറയാണ്, ഇതാ നമ്മൾ നശിക്കാൻ വേണ്ടി പോവാണ് എന്നാ.
ഇന്നാല മുദ്റക്കൂൻ. അവിടെ തന്റെ നുബൂവത്തിനെ പ്രകടിപ്പിക്കുകയാണ്. കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. ഇല്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാണ്. ആയുധം ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ മാത്രമാണ്. അതുകൊണ്ട് മൂസാ നബിയോട് പറയുന്നില്ല തെനിയാഫി ദിക്രി, നീ എന്നെ സ്മരിക്കുന്നതിൽ നീ വീഴ്ച വരുത്തരുത് എന്നാണ്. പിന്നെ ഈ ലോകങ്ങളെ മുഴുവനും പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന്റെ കഴിവിനെ തിരിച്ചറിയുന്ന ഒരു സമൂഹത്തിന്, അവമത്തിന് തിരിച്ചറിയുന്ന സമൂഹത്തിന് മാത്രമേ ലോകത്ത് നിലനിൽപ്പുള്ളൂ. കാരണം അള്ളാഹു ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ആരാണ് ദൈവമില്ലാന്ന് ആരെങ്കിലും പറയൂ? ഇല്ല എന്ന് പറയുന്നവൻ പോലും പ്രതിസന്ധിയിൽ പടച്ചോനെ എന്ന് വിളിക്കുന്ന, ഈ ദൈവമേ എന്ന് വിളിക്കും. അത് മനുഷ്യന്റെ ഫിത്രിയായ ബോധാണ്. ആ വൃത്തത്തിൽ നിന്ന് എത്ര നിഷേധിച്ചാലും പുറത്തു കിടക്കുക സാധ്യമല്ല. അത് അള്ളാഹു തന്നെ പറയുന്നതാണ്. നിങ്ങൾക്ക് സാധ്യമല്ല, ആ വൃത്തത്തിൽ നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ സാധ്യമല്ല. നിങ്ങൾ എത്ര നിഷേധിച്ചാലും നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ചർച്ചയല്ല, ആ ദൈവം റബ്ബാണോ എന്നുള്ള ചർച്ചയാണ്. ആ ദൈവത്തിന്റെ അളമത്ത് ബോധ്യപ്പെട്ടിക്കണോ എന്നുള്ള ചർച്ചയാണ്. അവന്റെ ഗാംഭീര്യം, അവന്റെ ഇടപെടല്, അവന്റെ തെദിബീറുകൾക്ക് ബോധ്യപ്പെട്ടിക്കണോ എന്നുള്ള ചർച്ചയാണ് ഖുർആൻ നടത്തുന്നത്. അല്ലാതെ അള്ളാഹു ഉണ്ടോ ഇല്ല എന്നുള്ളതും തന്നെ അത് പിന്നെ മനുഷ്യന്റെ ഫിത്രിയായ ബോധാണ്. അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ അതുകൊണ്ട് പ്രവാചകന്മാർ ഭൂമിയിൽ വന്നിട്ടില്ല. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ പരാവർത്തി ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു ഉണ്ടെന്ന് പറയാൻ വേണ്ടി വന്നിട്ടില്ല. അത് മനുഷ്യന്റെ പ്രകൃതിദത്തമായ ബോധമാണ്, അവന്റെ ഫിത്രിയായ ബോധമാണ്. അള്ളാഹു ഉണ്ട് എന്നുള്ളത് അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന് നാഥനുണ്ട്, സ്രഷ്ടാവുണ്ട്, ഈശ്വരനുണ്ട്, ദൈവമുണ്ട് എന്നുള്ളതിൽ തന്നെ മനുഷ്യന്റെ പ്രകൃതിപരമായ ബോധം. എന്നാൽ ഉണ്ടെന്ന് പറയുന്ന ഒന്നിന്റെ അളമത്ത്, ആ ശക്തി, ആ ഗാംഭീര്യം തിരിച്ചിക്കണം എന്നുള്ളതാണ്. ആ ഗാംഭീര്യം തിരിയാതെ വരുമ്പോഴാണ് മനുഷ്യൻ കല്ലും മണ്ണലും മനുഷ്യന്റെ ദൈവങ്ങളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അവൻ തന്നെ വലിയവനായിട്ട് തീരുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്നെ രക്ഷിക്കുന്നു മൂസാ നബി പറയാണ്. അങ്ങനെ ശത്രു തന്റെ മുമ്പിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്, വാപ്പിളർ നിൽക്കുകയാണ്, തങ്ങളെ പിടികൂടാൻ, വിഴുങ്ങിക്കളയാൻ, കൊന്നുകളയാൻ, ആക്രമിക്കാന്. അപ്പോ മൂസാ നബിയോട് അള്ളാഹു ആ സമയത്ത് പറയുന്നത് നീ ആ സമുദ്രത്തെ ഒന്ന് അടിക്കൂ എന്ന് പറയാണ്. മൂസാ നബി അടിക്കുകയാണ്. അള്ളാഹു പിന്നെ എങ്ങനെയാണ് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത്, എങ്ങനെയാണ് വഴിയൊരുക്കുന്നത്, ഇതിൽ പിന്നെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഏതായാലും ചെങ്കടലുമായി ബന്ധപ്പെട്ട ചർച്ച അത് കുറെ സംഭവങ്ങളുമായിട്ട് ഇടകലർന്ന് നിൽക്കുന്നുണ്ട്. ഇന്ന് റസൂലുള്ളയുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഹിജ്റയുടെ വഴിയിൽ റസൂലുള്ള സ്വീകരിച്ച സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അഖബ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് പല സംഭവങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇന്നത്തെ ഫറോവമാരും എല്ലാം തന്നെ വലിയ ചിന്തകൾ, വലിയ പിന്നെ ആശയങ്ങളെല്ലാം തന്നെ നമ്മളെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതായത് നമുക്ക് മൂസാ നബി ഇവിടെയും മൂസാ നബിക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന് വിശാലമാക്കി കൊടുക്കുകയാണ്. അതാണ് ഷാറാബി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്താണ്? മൂസാ നബിയും അള്ളാഹുന്റെ റഹ്മത്തിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി കൈകൾ ഉയർത്തുന്നു. അള്ളാഹു പറഞ്ഞു ബഹർ, ആ ബഹറിനെ അള്ളാഹു എന്താക്കാണ്, പിന്നെ അള്ളാഹു അവർക്ക് വഴിയാക്കി കൊടുക്കുകയാണ്. അതാണ് അവിടെ അവർക്ക് കിട്ടിയ പിന്നെ റഹ്മത്ത്. അതാണ് റസൂലുള്ളാക്ക് പിന്നെ എങ്ങനെയാണ് ഗുഹാമുഖത്ത് എങ്ങനെയാണ് റസൂലുള്ളാക്ക് അഭയം നൽകിയതെന്നോ, എങ്ങനെയാണ് അള്ളാഹു സംരക്ഷിക്കണതെന്നോ നമുക്കറിയുന്ന സംഭവമാണ്. ഹിജ്റയുടെ വഴിയിൽ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ അള്ളാഹു സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് അന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹിജ്റയുടെ വഴിയിൽ മൂസാ നബി അള്ളാഹു അവതരിപ്പിക്കുന്നത്. സൂറത്ത് ഖസസ് അവതരിക്കുന്നത് ഹിജ്റയുടെ വഴിയിലാണ്. ഇതിൽ കുറെ ബന്ധങ്ങളുണ്ട്, അഗാധമായ ബന്ധങ്ങൾ ഇതിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട്, ചരിത്രപരമായ ബന്ധങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഹിജ്റയിലും മൂസാ നബി അള്ളാഹു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതുകൊണ്ടാണ് ചെങ്കടൽ ഹിജ്റയിൽ വിധേയമാക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചരിത്രം ആവർത്തിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിത ഉപാധിയും അള്ളാഹു നിങ്ങൾക്ക് എളുപ്പാക്കി തരുന്ന. അപ്പൊ അവിടെ പിന്നെ ഇവർക്ക് എന്താ കിട്ടിയത്? ഇവർക്ക് ഭക്ഷണം വേണം. കാരണം നാട്ടിലേക്ക് ഇനി വരാൻ പറ്റില്ല, തിരിച്ചു വരാൻ പറ്റൂല, ഇവർക്ക് ഭക്ഷണം വേണം. അപ്പൊ അള്ളാഹു എന്താ കാട്ടിയത്? ഇതേപോലെ ഉറക്കം നൽകി അവരുടെ ആ പ്രശ്നത്തെയും അള്ളാഹു പരിഹരിച്ചു എന്നാണ്. ശാന്തമായി അങ്ങ് ഉറക്കിക്കിടത്തി അവരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെയും അള്ളാഹു പരിഹരിച്ചു. നമുക്ക് അതിനുശേഷം എങ്ങനെയാണ് പോലെ അള്ളാഹു ആ ഗുഹാമുഖത്ത് പരിപാലിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചർച്ച. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا آمين برحمتك يا أرحم الراحمين.